പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാത്തരം കറികളിൽ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളി വിളവെടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ തെങ്കാശിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളി പ്രധാനമായിട്ടും നമ്മൾ ചേർക്കാറുണ്ട്. ചെറിയ ഉള്ളി നന്നായിട്ട് കൃഷി ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട, ചുവന്ന ഉള്ളി നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങളിൽ ചേർക്കാറുള്ള സൂപ്പർ ചുവന്ന ഉള്ളി ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ ഒരു മനുഷ്യന് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയില്ല എന്നത് സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പോയി ഗ്രാമാന്തരങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഉൾഗ്രാമങ്ങളിലൊക്കെ പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇത് വിളവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണമുണ്ട്. പിന്നെ ഉള്ളി നമ്മളിങ്ങനെ തോട് പൊട്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്, നമ്മുടെ കണ്ണുനീരൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഉള്ളിയുടെ അത്ര എഫക്റ്റാണ്. ആ ഉള്ളിയുടെ ഒരു പവർ എന്താണെന്ന് നമുക്ക് ഉള്ളി പൊട്ടിച്ച് നോക്കിയാൽ അറിയാം. അത്രയ്ക്ക് പവർ നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഉള്ളിയുടെ ഒരു വല്ലാത്ത മണമുണ്ട്. ഒരു ചെറിയ ഉള്ളി ചൂടോടെ പറിച്ചെടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ചുവന്ന നല്ല ചെറിയ ഉള്ളി. നമുക്ക് പലതരത്തിലുള്ള മരുന്നായിട്ടും നമുക്ക് പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കുന്ന ചുവന്ന ഉള്ളിയാണിത്. ഇപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ നല്ല ഫ്രഷ് ഉള്ളി നമ്മളിപ്പോൾ വിളവെടുക്കുകയാണ്. നമ്മുടെ ഉള്ളിപ്പാടങ്ങൾ വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഉള്ളിയുടെ തണ്ടൊക്കെ ഇതുപോലെ കരിഞ്ഞുണങ്ങും. അപ്പോൾ ആ സമയമാണ് നമ്മൾ ഉള്ളി വിളവെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിച്ചെടികളുടെ അടിഭാഗത്ത് ഇതുപോലെ ഉള്ളിയുടെ അല്ലികൾ, ചെറിയ ഉള്ളിയുടെ അല്ലികളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. നമുക്ക് നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളികൾ നമുക്കിപ്പം ഇവിടെ നിന്ന് വിളവെടുത്തതാണ്. തെങ്കാശിയിലെ സദൻ എന്ന കർഷകൻ്റെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അദ്ദേഹം 2 ഏക്കറോളം സ്ഥലത്ത് ചെറിയ ഉള്ളി നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ ഉള്ളിയുടെ കൃഷി രീതികളെ പറ്റിയും വിളവെടുപ്പ് കാലത്തെക്കുറിച്ചൊക്കെ, രോഗിയുടെ ബാധയ്ക്കെതിരെ പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ വളപ്രയോഗം എങ്ങനെ ചെയ്യണമെന്നൊക്കെ അദ്ദേഹം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് 500 കിലോ ചെറിയ ഉള്ളിയുടെ വിത്ത് നമ്മൾ വിതയ്ക്കേണ്ടതുണ്ട്, വിത്തുകൾ നടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് എത്ര കിലോ വിളവെടുക്കണം? 1 ഏക്കർ സ്ഥലത്ത് നിന്ന് ഒരു 6 മുതൽ 7 ടൺ പ്രൊഡക്ഷൻ കിട്ടിയാലേ ചെറിയ ഉള്ളി കൃഷി ലാഭകരമായി മുന്നോട്ട് പോകുവാൻ കഴിയും. ഇപ്പം നമ്മൾ ഉള്ളിയുടെ വിത്തുകളൊക്കെ നമ്മുടെ കൃഷിയിടത്തിൽ നന്നായിട്ട് മണ്ണൊക്കെ ഒരുക്കി അത്യാവശ്യം ജൈവവളങ്ങളൊക്കെ ചെയ്ത് നട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസം ആകുമ്പം ചെറുതായിട്ട് നാമ്പുകൾ മുളച്ചിങ്ങനെ വരും. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒരു കളനാശിനി പ്രയോഗം ഇവർ നടത്താറുണ്ട്. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കർഷക തൊഴിലാളികൾ ഇതിന് ഇടയിലുള്ള കളകളെല്ലാം നന്നായിട്ട് പറിച്ചു മാറ്റിയതിന് ശേഷം ഇതിന് കോംപ്ലക്സ് വളങ്ങളാണ്, NPK അടങ്ങിയിട്ടുള്ള കോംപ്ലക്സ് വളങ്ങളാണ് ഉള്ളിക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണണച്ച് കൊടുക്കും. അതിനുശേഷം ജലസേനം എങ്ങനെയാണ്? വെള്ളം ഉള്ളി കൃഷിയിൽ ജലസേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം കൃത്യമായിട്ട് ജലസേചനം കൊടുക്കണം. ഇപ്പോൾ മഴയുണ്ടെങ്കിൽ ജലസേചനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് ജൈവവള പ്രയോഗങ്ങളൊക്കെ നടത്തി നന്നായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഉള്ളി വിളയിച്ചെടുക്കാം. ഇപ്പം കേരളത്തിൽ പൊതുവെ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ചെറിയ ഉള്ളി കൃഷി വളരെ റെയറാണ്. പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ ചില കർഷകർ ഉള്ളി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇപ്പം വീട്ടുവളപ്പിലൊക്കെ നമ്മുടെ കിച്ചൺ ഗാർഡനിലും അതോടൊപ്പം തന്നെ മട്ടുപ്പാവിലൊക്കെ ഗ്രോ ബാഗിലൊക്കെ ധാരാളം പേര് ചെറിയ ഉള്ളികളും വലിയ ഉള്ളി, സവാളയൊക്കെ, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വിളയിച്ചെടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണാറുണ്ട്. എന്നാലും നമ്മുടെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 150 മുതൽ 200 കിലോമീറ്റർ അപ്പുറത്തുള്ള തെങ്കാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെറിയ ഉള്ളി നന്നായിട്ട് ഇതുപോലെ വിളയിച്ചെടുക്കുന്ന കാഴ്ചകൾ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. ചെറിയ ഉള്ളികൾ കൃഷി ചെയ്തിട്ടുള്ള ഒരുപാട് പാടങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ നമുക്ക് സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം കാഴ്ചകളൊന്നും ഇതുപോലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെറിയ ഉള്ളിയൊക്കെ നടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നന്നായിട്ട് നല്ല വിളവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം വില എങ്ങനെയാണ്? 30 രൂപ. 40 രൂപ. പോണ വാരം 80 രൂപ. നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് നട്ട് വളപ്രയോഗമൊക്കെ നന്നായിട്ട് നടത്തി കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 60 മുതൽ 65 ദിവസം അല്ലെങ്കിൽ പരമാവധി 70 ദിവസം ആകുമ്പോഴേക്കും ഒരു 70 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ചെറിയ ഉള്ളി ഇതുപോലെ ഹാർവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഉള്ളി വിളവെടുപ്പിന് ഭാഗമാകുമ്പോൾ ഉള്ളിയുടെ തണ്ടൊക്കെ നന്നായിട്ട് ഉണങ്ങും. ഈ ചെറിയ ഉള്ളി പൂക്കില്ലേ? അപ്പോൾ ചെറിയ ഉള്ളി ചെറിയ പൂക്കൾ വരും, 1-2 ചെറിയ പൂക്കൾ വരും. അപ്പോൾ ആ പൂക്കൾ വന്നതിന് ശേഷം ഉള്ളിയുടെ തണ്ടൊക്കെ ഇതുപോലെ ഉണങ്ങും. നമ്മൾ വൈക്കോലൊക്കെ ഉണങ്ങുന്നത് പോലെ ചെറുതായിട്ട് ഉണങ്ങി വരും. ഈ ഉണങ്ങി വരുന്ന സമയത്താണ്
ഹാർവെസ്റ്റ് ചെയ്യുന്നു. പരമാവധി ഒരു 70 ദിവസം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് വിളവെടുക്കാം. അത്യാവശ്യത്തിന് ജലസേചനമൊക്കെ കൊടുക്കണം. മഴയുണ്ടെങ്കിൽ ജലസേചനത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉള്ളി വിത്തിനായി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ കൃഷിക്ക് വേണ്ടിയുള്ള വിത്തുകൾ ഇതുപോലെ ഉള്ളി ഇതുപോലെ നല്ല ആരോഗ്യമുള്ളതും രോഗിയുടെ ബാധയൊന്നും ഇല്ലാത്ത ഉള്ളികൾ ഇതുപോലെ ചൂടോടെ പിഴുതെടുത്ത ശേഷം ഇതിൻ്റെ ഹെഡ് ഒന്ന് നുള്ളിക്കളയണം. അപ്പോൾ ഈ അളവിൽ ഇതുപോലെ ഹെഡ് നുള്ളിക്കളഞ്ഞ ശേഷം ഒരു 40 ദിവസം ഈ വിത്തിനെ തണലത്തുകൊണ്ട് സൂക്ഷിക്കാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു കുമിൾനാശിനിയൊക്കെ ഒന്ന് പുരട്ടി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അടുത്ത നഴ്സറി പീരീഡിൽ ഈ ഉള്ളി നട്ട് നഴ്സറി പീരീഡിൽ ഉണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടുന്നതിനും ഈ ഉള്ളി കേടുകൂടാതിരിക്കുന്നതിനും വേണ്ടി ചില കുമിൾനാശിനികളൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. 40 நாள் 45 நாள் போட்டு வைக்கலாம். இது இப்படியே காய் ஆயாம இது ஆயக்கூடாது. அப்படியே போட்டு எடுத்து வச்சிட்டோம்னா ஒரு 45 டேஸ் கழிச்சு இதே விதை வச்சுக்கணும். இது வைக்கும் போது உடைக்கணும். அப்படியே இப்படியே தூக்கக்கூடாது. இதை உடைக்கணும். போட்டு இதையும் தூர பிடிக்கிட்டு மண்ணு கூட பொதிச்சிக்கணும். விதைக்குன்னா நம்ம இப்படி 5 ரூபாய். இது வியாபாரத்துக்கு நல்லா இருந்தா. இது வியாபாரத்துக்காக அறுத்துக்கிட்டோம். നമ്മുടെ വിത്തിനായി സൂക്ഷിക്കുന്ന ഉള്ളികളുടെ ഹെഡൊക്കെ 40 ദിവസം കഴിഞ്ഞ് ഹെഡൊക്കെ ഇതുപോലെ നുള്ളിക്കളയുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് വേരൊക്കെ ഉണങ്ങിയ വേരുപടലങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെ നുള്ളിക്കളഞ്ഞ ശേഷം ഇതിനെ രണ്ടാക്കണം. ഇതിനെ രണ്ടാക്കിയ ശേഷം നമുക്ക് ഓരോ അല്ലികളായി നമുക്ക് കൃഷിയിടത്തിൽ നന്നായിട്ട് മണ്ണൊരുക്കിയ ശേഷം അവിടെ നടാവുന്നതാണ്. നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് നനവ് കൊടുക്കണം. നനവ് കൊടുക്കുമ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ചെറിയ മുളകൾ ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ ഒരു 10-15 ദിവസം ആകുമ്പോഴേക്കും ചെറിയ കളകൾ ഇതിനോടൊപ്പം ഉണ്ടാവും. അപ്പോൾ കളകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി കളനാശിനി തന്നെ സ്പ്രേ ചെയ്യാറുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും കർഷക തൊഴിലാളികൾ കള പറിച്ച ശേഷമാണ് വളപ്രയോഗങ്ങളൊക്കെ നടത്താറുള്ളത്. പ്രിയപ്പെട്ടവരെ, അടിപൊളി കാഴ്ചയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയെല്ലാം വിളവെടുത്ത് ഇങ്ങനെ ഉണക്കാനായിട്ടിരിക്കുന്നു. ഒരു 2-3 ദിവസത്തിനകത്ത് കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് വരും. തിരുവനന്തപുരത്തേക്കാണ്, നമ്മുടെ ചാല മാർക്കറ്റിലേക്കാണ് ഇത് കൊണ്ടുവരാനായിട്ട് ഇവർ വിളവെടുത്ത് കൂട്ടുന്നത്. ഇത് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് നന്നായിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലും കൃഷി ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ മടങ്ങുന്നത്. കുറച്ച് ചെറിയ ഉള്ളിയുടെ വിത്തുകൾ ഇവിടെ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ തോട്ടങ്ങളൊന്നും കേരളത്തിൽ ചെയ്യാൻ കഴിയില്ല എങ്കിലും നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ഉള്ളികളൊക്കെ നമ്മുടെ വീടുകളിൽ നന്നായിട്ട് നമ്മുടെ ചാക്കുകളിലും ഗ്രോ ബാഗുകളിലും ചട്ടിയിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയും. കൃഷി പഠിക്കാനും കൃഷി രീതികളെക്കുറിച്ച് കൂടുതൽ അറിയുവാനുമായിട്ടാണ് നമ്മൾ തെങ്കാശിയിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഈ കൃഷിയിടങ്ങളിലൊക്കെ വന്നപ്പോൾ ഒരുപാട് സഹായവും സഹകരണങ്ങളൊക്കെ ഇവിടെ പ്രിയപ്പെട്ട കർഷകരൊക്കെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല വിളവും ഈ കൃഷിയിടങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്കുള്ള മലയാളികൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങളാണ് ഈ കൃഷിയിടങ്ങളിലെല്ലാം വിളയുന്നത്. ഇത് നമ്മുടെ നാട്ടിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം വിളയിക്കുന്ന ഈ പ്രിയപ്പെട്ട കർഷകരെയും കർഷക തൊഴിലാളികളെയും എല്ലാവരെയും ഈശ്വരൻ അവർക്ക് ആരോഗ്യവും അനുഗ്രഹവും കൊടുത്ത് നല്ല നിലയിൽ എത്തിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വൈവിധ്യമാർന്ന വ്യത്യസ്തമാർന്ന ധാരാളം കാഴ്ചകളുമായിട്ട് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. എല്ലാവരും കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക.